മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും അംഗത്തെ അപമാനിച്ചതും അസഭ്യം പറഞ്ഞതുമായ പരാതിയിലുമാണ് മാള പോലീസ് കേസെടുത്തത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ബിജെപി ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണന് സീറ്റില്ല. ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. സുതാര്യവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും അംഗത്തെ അപമാനിച്ചതും അസഭ്യം പറഞ്ഞതുമായ പരാതിയിലുമാണ് മാള പോലീസ് കേസെടുത്തത്. കണ്ടാൽ തിരിച്ചറിയാവുന്ന LDF പ്രവർത്തകർക്കെതിരെയാണ് നടപടി. സംഭവത്തിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് രാവിലെ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷ സംഭവത്തെ തുടർന്ന് മാള പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും ബ്ലോക്ക് അംഗത്തെ അപമാനിക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്ന പരാതിയിലുമാണ് കേസുകൾ എടുത്തിരിക്കുന്നത്. കണ്ടാൽ തിരിച്ചറിയാവുന്ന LDF പ്രവർത്തകരെ പ്രതികളാക്കി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ മോഷണം പോയ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് LDF പ്രവർത്തകർ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലെത്തി പ്രതിഷേധം നടത്തിയതാണ് സംഭവത്തിന് വഴിവെച്ചത്. ഭരണസമിതി യോഗം നടക്കുന്നതിനിടെ പ്രവർത്തകർ ഹാളിലേക്ക് അതിക്രമിച്ചു കയറുകയും സെക്രട്ടറിയെ ഉപരോധിക്കുകയും ചെയ്തതായി ആരോപണമുണ്ട്. ഇതിനിടെ കോൺഗ്രസ് അംഗങ്ങളുമായി ഉണ്ടായ വാക്കേറ്റം പലപ്പോഴും സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങിയെങ്കിലും പോലീസ് സാന്നിധ്യം വലിയ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹായിച്ചു. മാർച്ച് 2-ന് ബ്ലോക്ക് പഞ്ചായത്തിലെ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ മോഷണം പോയതാണ് പ്രതിഷേധത്തിന് പിന്നിലെ പ്രധാന കാരണം. സംഭവത്തിൽ താൽക്കാലിക ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്യുകയും ചില സാധനങ്ങൾ തിരികെ കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ മോഷണത്തിൽ ഭരണസമിതിക്കും പങ്കുണ്ടെന്നാരോപിച്ച് പോലീസിൽ പരാതി നൽകണമെന്ന് ആവശ്യപ്പെട്ടിട്ടും സെക്രട്ടറി തയ്യാറായില്ലെന്നാണ് LDF ആരോപണം. സെക്രട്ടറിയും വിഷയത്തിൽ കൂട്ടുനിൽക്കുകയാണെന്നാരോപിച്ചും പ്രതിഷേധക്കാർ രംഗത്തെത്തി. അതേസമയം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഉപയോഗശൂന്യമായ സാധനങ്ങൾ മാറ്റുന്നതിനിടെയാണ് ജീവനക്കാരൻ ടില്ലർ ഉൾപ്പെടെയുള്ള യന്ത്രങ്ങൾ കൊണ്ടുപോയതെന്നാണ് ഭരണസമിതി അംഗങ്ങളുടെ വിശദീകരണം. സംഭവത്തെ തുടർന്ന് കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. തുടർന്ന് പോലീസ് 2 കേസുകൾ രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ആക്രി സാധനങ്ങളും അതുപോലെയുള്ള പാഴ്വസ്തുക്കൾ നീക്കം ചെയ്യുന്നതുവരെ കേവലം ഡ്രൈവറെ തലയിൽ കെട്ടിവെക്കണമെന്ന ഉദ്ദേശത്തോടുകൂടി, രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടുകൂടി, എന്നാൽ ശരിക്കും അത് നീക്കാൻ ചുമതലപ്പെടുത്തിയ ബ്ലോക്ക് പഞ്ചായത്തിലെ ഉത്തരവാദപ്പെട്ട ഹെഡ് ക്ലർക്ക് ഉൾപ്പെടെ അവിടെ എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ബ്ലോക്ക് പഞ്ചായത്തിലെ ഹെഡ് ക്ലർക്കിന്റെ ഉത്തരവാദിത്വത്തിലാണ് അവിടെ നടക്കാൻ സാധ്യതയുള്ളത്. എന്നാൽ ഈ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി അന്വേഷിക്കേണ്ട നമ്മുടെ പ്രിയപ്പെട്ട ബഹുമാന്യരായിട്ടുള്ള നിയമപാലകന്മാർ അവരുടെ കടമ നിർവഹിച്ചോ എന്നതിനെ കുറിച്ച് നമുക്ക് സംശയമുണ്ട്. ഇവിടെ സ്വാഭാവികമായിട്ടും ഈ ഏപ്രിൽ മാസം 9-ാം തീയതി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടന്നു കഴിയുമ്പോൾ ഈ പിണറായിയുടെയും ഈ സഖാക്കളുടെയൊക്കെ ഗതി എന്താകുമെന്ന് നമുക്കിപ്പോ തന്നെ ഊഹിക്കാവുന്നേ ഉള്ളൂ. മീഡിയ ടൈം മാള. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ ബി ഗോപാലകൃഷ്ണന് സീറ്റില്ല. 2020 ആയിരിക്കും NDAക്ക് വേണ്ടി മത്സരിക്കുക. ഗോപാലകൃഷ്ണന് വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ സീറ്റ് ഉണ്ടാകുമോ എന്നതിലും തീരുമാനമായിട്ടില്ല. ഡോക്ടർ വർഗീസ് ജോർജാണ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. PhD ബിരുദമുള്ള എഞ്ചിനീയറിംഗ് മേഖലയിലും മാനേജ്മെന്റ് മേഖലയിലും സ്വദേശത്തും വിദേശത്തും വർഷങ്ങളുടെ പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ വർഗീസ് ജോർജ് 2020 പാർട്ടിയുടെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയാണ്. കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്ന് 2020യും BDJS ആവശ്യപ്പെട്ടതോടെ NDAയിൽ തർക്കം ഉടലെടുത്തിരുന്നു. ഇതോടെ സംസ്ഥാന നേതൃത്വം തൃശങ്കുവിലായി. കൊടുങ്ങല്ലൂരിൽ ബി ഗോപാലകൃഷ്ണൻ സ്ഥാനാർത്ഥിത്വം ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നു. ബി ഗോപാലകൃഷ്ണനായി ചുവരെഴുത്ത് പ്രചാരണവും തുടങ്ങിയിരുന്നു. ഇതിനിടയിലാണ് സീറ്റിനായി ഘടകകക്ഷികൾ രംഗത്തെത്തിയത്. തർക്കം വന്നതോടെ ഗോപാലകൃഷ്ണനായി തുടങ്ങിയ ചുവരെഴുത്തുകൾ പ്രവർത്തകർ നിർത്തിവെച്ചു.
കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2020 ഏതാനും പഞ്ചായത്തുകളിൽ മേൽക്കൈ നേടിയിരുന്നു. ഇതാണ് സീറ്റിനായുള്ള അവകാശവാദത്തിന് കാരണമായതും ഒടുവിൽ വർഗീസ് ജോർജിലൂടെ കരഗതമായതും. എന്നാൽ കൊടുങ്ങല്ലൂർ സീറ്റ് മുൻപ് കൈയാളിയിരുന്ന BDJS BJPയുടെ നില മെച്ചപ്പെടുത്തുന്നതിൽ കാര്യമായ പങ്കുവഹിച്ച പാർട്ടിയാണ്. തുഷാർ വെള്ളാപ്പള്ളിക്ക് വേണ്ടി കൊടുങ്ങല്ലൂർ സീറ്റ് വേണമെന്നിവർ ഇത്തവണ വാദിച്ചെങ്കിലും അതൊന്നും വിലപ്പോയില്ല. മീഡിയ ടൈം, മാള. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. സുതാര്യവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. പൂർണ്ണമായും ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുകയെന്നും കളക്ടർ ശിഖ സുരേന്ദ്രൻ പറഞ്ഞു. ഏപ്രിൽ 9 നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ജില്ല സജ്ജമാണെന്നും ജില്ലയിൽ ആകെ 25,23,810 വോട്ടർമാരുണ്ടെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ ഏപ്രിൽ 9 വ്യാഴം രാവിലെ 7 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം. നിലവിൽ ഉള്ള വോട്ടർ പട്ടികയിൽ ഇപ്പോൾ നമുക്ക് 25,23,810 വോട്ടർമാരാണുള്ളത്. അതിൽ 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡറുമാണ് ഉൾപ്പെടുന്നത്. ശതമാനം നോക്കിയാൽ 51.5% സ്ത്രീകളും 48.49% പുരുഷന്മാരുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ജില്ലയിൽ ആകെ 2,839 പോളിംഗ് സ്റ്റേഷനുകളാണ് നമ്മൾ സജ്ജീകരിച്ചിട്ടുള്ളത്. അതിന്റെ നിയോജക മണ്ഡലം തിരിച്ചുള്ള ലിസ്റ്റ് നിങ്ങൾക്ക് PDF ആയിട്ട് തരാം. 12,99,911 സ്ത്രീകളും 12,23,852 പുരുഷന്മാരും 19 ട്രാൻസ്ജെൻഡർമാരുമാണ് വോട്ടർ പട്ടികയിലുള്ളത്. സ്ത്രീകൾ 51.5%, പുരുഷന്മാർ 48.49% എന്നതാണ് ശതമാനക്കണക്ക്. ജില്ലയിൽ ആകെ 2,839 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ പൊതുനിരീക്ഷകർ, ചെലവു നിരീക്ഷകർ, പോലീസ് നിരീക്ഷകൻ എന്നിവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയോഗിച്ചിട്ടുണ്ട്. ഹരിതചട്ടം പാലിച്ചാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഏപ്രിൽ 8 രാവിലെ 8 മുതൽ ജില്ലയിലെ നിശ്ചയിച്ചിട്ടുള്ള വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ ആരംഭിക്കും. പോളിംഗ് കഴിഞ്ഞ് വോട്ടിംഗ് യന്ത്രങ്ങൾ പെട്ടിയിലാക്കുന്നത് വരെയുള്ള പോളിംഗ് ബൂത്തുകളിലെ നടപടികൾ കളക്ട്രേറ്റിലെ കൺട്രോൾ റൂമിലൂടെ തത്സമയം വീക്ഷിക്കും. വനിതകൾ മാത്രം നിയന്ത്രിക്കുന്ന 26 ബൂത്തുകൾ ജില്ലയിൽ ഉണ്ടായിരിക്കും. ഏപ്രിൽ 7 വൈകിട്ട് 6 പരസ്യ പ്രചാരണം അവസാനിക്കും. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുൻപ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. വോട്ടെടുപ്പിന് 48 മണിക്കൂർ മുമ്പ് മുതൽ മദ്യനിരോധനം ഏർപ്പെടുത്തും. ഏപ്രിൽ 7 വൈകിട്ട് 6 മുതൽ ഏപ്രിൽ 9 വൈകിട്ട് 6 വരെ ആയിരിക്കും ഡ്രൈ ഡേ ഉണ്ടാവുക. പിന്നെ വോട്ടെടുപ്പ് ദിവസത്തെ പെരുമാറ്റച്ചട്ടവും ഇപ്പോഴത്തെ പെരുമാറ്റച്ചട്ടങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിന്നീട് അറിയിക്കുന്നതാണ്. ഇന്ന് രാവിലെ 11 മുതൽ നമ്മൾ നോമിനേഷൻ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ RO ARO ഓഫീസുകളിലും നമ്മൾ നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. അതായത് 13 നിയോജക മണ്ഡലങ്ങളിൽ, എല്ലാ നിയോജക മണ്ഡലത്തിലും 2 സ്ഥലത്ത് നോമിനേഷൻ സ്വീകരിക്കുന്നുണ്ട്. മീഡിയ ടൈം, തൃശൂർ. കനത്ത വേനൽ ചൂടിൽ ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട ചാലക്കുടി നഗരസഭയിലെ 2 വനിതാ കണ്ടിജന്റ് തൊഴിലാളികൾ കുഴഞ്ഞു വീണു. ഉച്ചസമയത്തുള്ള പണി ഒഴിവാക്കണമെന്ന് തൊഴിലാളികൾ നിരവധി തവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. താത്കാലിക ജീവനക്കാരടക്കം 51 കണ്ടിജന്റ് ജീവനക്കാരാണ് നഗരസഭയിലുള്ളത്. ചൂട് കനത്തതോടെ സർക്കാർ പ്രത്യേക ആരോഗ്യ പ്രോട്ടോകോൾ പ്രഖ്യാപിച്ചിരുന്നു. ഇത് ലംഘിച്ച് കനത്ത ചൂടിൽ പണിയെടുപ്പിച്ചതാണ് വനിതാ കണ്ടിജന്റ് ജീവനക്കാർ കുഴഞ്ഞു വീണാൻ കാരണമായത്. പോട്ട സ്വദേശിനി 48 വയസ്സുള്ള ചിന്നു, വെള്ളാഞ്ചിറ സ്വദേശിനി 39 വയസ്സുള്ള ജസ്ന എന്നിവരാണ് കുഴഞ്ഞു വീണത്. ജസ്ന രാവിലെ 12:15 കുഴഞ്ഞു വീണത്. ചിന്നു 12:50 കുഴഞ്ഞു വീണു. സഹപ്രവർത്തകരാണ് ഇരുവരെയും താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മാർക്കറ്റ് പരിസരത്ത് വെച്ചായിരുന്നു സംഭവം. വേനൽ ചൂട് കൂടിയ സാഹചര്യത്തിൽ പകൽ 11 മുതൽ ഉച്ചതിരിഞ്ഞ് 3 വരെയുള്ള സമയങ്ങളിൽ വിശ്രമം നൽകണമെന്ന സർക്കാർ പ്രോട്ടോകോൾ ലംഘിച്ച് നഗരസഭാ ആരോഗ്യ വിഭാഗം തൊഴിലാളികളെ പണിയെടുപ്പിച്ചതാണ് പ്രശ്നത്തിന് കാരണമായത്. ഉച്ചസമയത്തുള്ള പണി ഒഴിവാക്കണമെന്ന് തൊഴിലാളികൾ നിരവധി തവണ ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും നടപടി സ്വീകരിച്ചില്ലെന്ന് തൊഴിലാളികൾ ആരോപിച്ചു. ഒരു പ്രശ്നം നമ്മൾ കുറച്ച് നാളായിട്ട് ഇവരായിട്ട് സംസാരിക്കുന്നുണ്ട്. കുറേ നാളായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഇത് വന്ന സമയം തുടങ്ങി സംസാരിച്ചപ്പോൾ ആരും മാറ്റി തരില്ല എന്ന് പറയുന്നില്ല. പക്ഷേ മാറ്റിത്തരാം അത് എന്ന് പറഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈയിടുന്നൊരു ഇതായിരുന്നു. ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ മാറ്റി തരില്ല ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അതാണ് ഇപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തൊഴിലാളികൾക്ക് വയ്യാണ്ടാവുന്നുണ്ട്, കുറേ ആൾക്കാർക്ക് വയ്യാവുന്നുണ്ട്, കുറേ ആൾക്കാർ പുറത്ത് പറയുന്നില്ല, അവർ വയ്യാണ്ട് ലീവ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയില്ല, കാരണം വീട്ടിൽ പോയിട്ട് 2 ദിവസം ലീവ് ആകുമ്പോൾ നമുക്ക് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഇപ്പോൾ അത് സംബന്ധിച്ചിട്ട് ഇന്ന് 2 തൊഴിലാളികൾ, കാലത്ത് ഒരാൾ ജസ്ന എന്ന് പറയുന്നൊരു കുട്ടി തലറി വീഴുകയും ആശുപത്രിയിലെത്തി ഇപ്പോൾ വീട്ടിലേക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഞങ്ങളുടെ കൂടെ പണി നിർത്ത ചിന്നു എന്ന് പറഞ്ഞ ഒരു സ്ത്രീ അവിടെ തലയിറങ്ങി ആ ചേച്ചി വീണു. അപ്പോൾ ഞാനുണ്ടായി, ഞാനും നമ്മുടെ കൂടെ ഒരു രാജു എന്ന് പറഞ്ഞ ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാണ് ഹോസ്പിറ്റലിലേക്ക് എടുത്തത്. അപ്പോൾ PCG എടുത്തു. പിന്നെ ഇപ്പോൾ പറ്റുകയാണെങ്കിൽ ചിലപ്പോൾ സ്കാൻ ചെയ്യേണ്ടി വരും എന്ന് പറയണത്. എന്താണെന്ന് കറക്റ്റ് അറിയില്ല, ചിലപ്പോൾ ഒന്നും അറിയില്ല. തലവേദന ഇപ്പോഴും പോയിട്ടില്ല എന്ന് പറയുന്നത്. താൽക്കാലിക ജീവനക്കാരടക്കം 51 കണ്ടിജന്റ് ജീവനക്കാരാണ് നഗരസഭയിലുള്ളത്. നഗരസഭാ പ്രതിപക്ഷ ലീഡർ ജിൽ ആന്റണി, കൗൺസിലർമാരായ VJ ജോജി, അനിൽ കദലിക്കാടൻ, ഉഷ പരമേശ്വരൻ എന്നിവരുടെ നേതൃത്വത്തിൽ തൊഴിലാളികൾ ഹെൽത്ത് സൂപ്രണ്ടിന്റെ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. തുടർന്ന് സർക്കാർ പ്രോട്ടോകോൾ പാലിക്കാമെന്ന ഉദ്യോഗസ്ഥരുടെ ഉറപ്പിൽ പ്രതിഷേധം അവസാനിപ്പിച്ചു. മീഡിയ ടൈം, ചാലക്കുടി. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. അന്നമനട കീഴടൂരിൽ ഇരുചക്ര വാഹന യാത്രക്കാരനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി. ഇന്നലെ വൈകിട്ടാണ് സംഭവം. മേൽഡൂർ തുറനെല്ലൂർ മന TN പ്രകാശൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കാർ ഇടിച്ചിട്ട് പോവുകയായിരുന്നു. അപകടത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണ പ്രകാശിനെ പരിക്കുകളോടെ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടമുണ്ടാക്കിയ കാറിനായുള്ള അന്വേഷണം ആരംഭിച്ചു. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന്റെ ഭാഗമായി അശ്വതി ദിനമായ മാർച്ച് 21 ശനിയാഴ്ച കൊടുങ്ങല്ലൂർ താലൂക്ക് പരിധിയിലുള്ള എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗനവാടികൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾക്കും കേന്ദ്ര സംസ്ഥാന അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് നിയമനത്തിനായി നടത്തുന്ന പരീക്ഷകൾക്കും ഈ ഉത്തരവ് ബാധകമല്ല. ചുട്ടുപൊള്ളുന്ന വേനലിൽ സഹമനുഷ്യർക്ക് ദാഹജലം ലഭ്യമാക്കുന്നതിന് കുളിർമ എന്ന പേരിൽ പദ്ധതിയുമായി ചാലക്കുടി പ്രസ് ഫോറം. മാർച്ച് 18, 19, 20 തീയതികളിൽ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് സമീപവും സൗത്ത് ജംഗ്ഷനിലുമാണ് ദാഹിച്ചെത്തുന്നവർക്ക് സംഭാരം വിതരണം ചെയ്യുക. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരിക്കും സമയം. ചാലക്കുടി പുത്തിരിങ്ങൽ കാറ്ററിംഗിന്റെ സഹായത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. മാർച്ച് 18 രാവിലെ 10 താലൂക്ക് ആശുപത്രി പരിസരത്ത് പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ നിർവഹിക്കും. പ്രസ് ഫോറം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, സെക്രട്ടറി സുനിൽ സരോവരം, MS സദാനന്ദൻ, ജനിൽ ജെയ്സൺ, കുളിർമ ചെയർമാൻ ഷാലി മുരിങ്ങൂർ, കൺവീനർ അക്ഷര ഉണ്ണികൃഷ്ണൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. പുല്ലൂറ്റ് KKTM ഗവൺമെന്റ് കോളേജിൽ ചരിത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചരിത്രയാൻ എന്ന പേരിൽ സെമിനാർ സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ R രമ്യ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് പ്രൊഫസർ ഷാനി NS അധ്യക്ഷത വഹിച്ചു. മുഖ്യാതിഥിയായ ഡോക്ടർ സുധീർ കുമാർ കീഴടി ഖനനം ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ എന്ന വിഷയത്തിൽ പ്രഭാഷണം നടത്തി. വൈസ് പ്രിൻസിപ്പൽ പ്രൊഫസർ G ഉഷാകുമാരി, IQAC കോർഡിനേറ്റർ ലൗലി ജോർജ്, സുവോളജി വിഭാഗം മേധാവി പ്രൊഫസർ EM ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മാള ബ്ലോക്ക് പഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഘർഷത്തിൽ 2 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരാതിയിലും അംഗത്തെ അപമാനിച്ചതും അസഭ്യം പറഞ്ഞതുമായ പരാതിയിലുമാണ് മാള പോലീസ് കേസെടുത്തത്. കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ BJP ഉപാധ്യക്ഷൻ B ഗോപാലകൃഷ്ണന് സീറ്റില്ല. ഡോക്ടർ വർഗീസ് ജോർജ് കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലത്തിലെ 2020 സ്ഥാനാർത്ഥി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൃശൂർ ജില്ല സജ്ജമാണെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയായ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ. സുതാര്യവും നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും ഒരുക്കങ്ങളും സ്വീകരിച്ചു വരുന്നു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.